പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് വരുൺ. ഇതിന്റെ ഭാഗമായി വരുൺ ഇതേ തുടർന്ന് മനോജിനെ കാണുന്നതിനായി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും തനിക്ക് കാത്തിരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വരുൺ മനോജിനോട് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയധികം ദിവസമായില്ലേ, അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും കൺമണി എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മനോജ് എടുത്തുചാടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വരട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ്. വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, അല്ലാതെ എടുത്തുചാടി നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് യാതൊരു ഉപകാരവുമില്ല. ഇപ്പോൾ കൺമണിയുടെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവിനുള്ള സമയമായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം കൂടി പരിഗണിച്ചു വേണം ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന വരുണിന് കാര്യങ്ങൾ അത്ര ഇഷ്ടമാകുന്നില്ല. പക്ഷേ തൻ്റെ പ്രതിഷേധം എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നറിയാതെ പകച്ചുപോകുന്ന വരുൺ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ മറ്റു വഴികൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഇതേ തുടർന്നാണ് വരുൺ കൺമണിയെ ചെന്ന് കാണുന്നത്. കൺമണിയോട് വിവാഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് സംസാരിച്ചു, ഇനി കൺമണി കൂടി ഇതിനെപ്പറ്റി നിന്റെ ചേട്ടനോട് സംസാരിക്കണം. ഇത് കേൾക്കുന്ന കൺമണി ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എടുത്തുചാടി എന്തിനാണ് പെട്ടെന്നൊരു വിവാഹം? വീട്ടിലെ അവസ്ഥ അതിനുള്ള രീതിയിലുമല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുന്ന വരുൺ അത് സാരമില്ല, ചെലവുകളെല്ലാം നോക്കുന്നതിന് ഞാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സഹായിക്കാൻ യാതൊരു വിഷമവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കൺമണിക്ക് നൽകിയ സ്വർണവുമുണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്? ധൈര്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണി ചെയ്യേണ്ടത്, അല്ലാതെ മാറി നിൽക്കുകയല്ല. ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും കുറച്ചു സമയം ആവശ്യമാണ്. മാത്രവുമല്ല ഇവിടെ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലാതെ എടുത്തു ചാടി എൻ്റെ കാര്യങ്ങൾ മാത്രം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല എന്നത് തന്നെയാണ് സത്യാവസ്ഥ. എനിക്ക് കുറച്ച് സമയം വേണം. ഇത് കേൾക്കുന്ന വരുൺ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. എന്തുകൊണ്ടാണ് കൺമണി തന്നെ മനസ്സിലാക്കാത്തത് എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുന്നു. പക്ഷേ ഇതേ സമയമാകട്ടെ ബലരാമന്റെ തിരിച്ചുവരവ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. സുമിത്ര മനോജിനെ ചെന്ന് കാണുകയും മനോജിനോട് വരുണുമായുള്ള വിവാഹബന്ധം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൺമണിയെ ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ കൺമണിയെ എൻ്റെ മകന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് കേൾക്കുന്ന മനോജ് അതെങ്ങനെയാണ് മാഡം ഞാൻ ചെയ്യുക? ഓൾറെഡി കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതല്ലേ. എന്ത് ഉറപ്പിക്കലാണ് മനോജ്? വരുണുമായുള്ള ഒരു ജീവിതം കൺമണിക്ക് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെറുതെ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. നല്ല ഭാവിയുള്ള പെൺകുട്ടിയാണ്. നിങ്ങൾ എല്ലാവരും ആ കാര്യം മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ. എടുത്തു ചാടി വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. പകരം കൺമണി ഈ വീട്ടിലേക്കാണ് കയറി വരുന്നത് എങ്കിൽ അതിന് നല്ല
ജീവിതവും അതുപോലെ തന്നെ നല്ലൊരു കരിയറും ഉണ്ടാകും. അത് ഞാൻ ഉറപ്പു തരാം. എന്താ, എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് മനോജ് ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഞാൻ വരുണിന്റെ വീട്ടുകാരോട് എന്തു പറയും മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണം എന്നുള്ള കാര്യം മനോജ് തുറന്നു പറയുകയാണ്. മനോജ് എന്തായാലും നന്നായി ഒന്ന് ആലോചിക്കേ, എന്നിട്ട് നല്ലൊരു തീരുമാനം എടുത്ത് ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന പറയുകയാണ് സുമിത്ര. ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അവിടെ നിന്ന് പോകുന്നതിനായി തയ്യാറാവുകയാണ് മനോജ്. ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള കണ്ടുമുട്ടലുകൾ ഉണ്ടാവുകയാണ്. സാഗർ ബലരാമനെ കാണുകയാണ്. ബലരാമനോട് എന്തിനാണ് വെറുതെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയും അതൊക്കെ ഇപ്പോഴും വലിച്ചു വാരി ഇട്ടിട്ട് വല്ല ഉപകാരവും ഉണ്ടോ എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ബലരാമൻ ഇത് കേട്ടതിനെ തുടർന്ന് എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇത് കേൾക്കുന്ന സാഗർ, ഞാനിപ്പോൾ മാന്യമായ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഒരു പ്രശ്നം ഒഴിവാക്കണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നിങ്ങളാണ് എങ്കിൽ പ്രശ്നം വഷളാക്കണം എന്നും. അതുകൊണ്ട് തന്നെ രമ്യതയിൽ മുന്നോട്ട് പോയാൽ പ്രശ്നം ഉണ്ടാവുകയില്ല. ഇത് കേൾക്കുന്ന ബലരാമൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ ഒന്നിനുമല്ല. നിങ്ങളുടെ സമയം അടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ അപകടം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായ ആക്സിഡന്റ് ഉണ്ടാവുകയാണ് സാഗറിനെ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് കുതിച്ചെത്തുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൃഷ്. എന്താണ് അച്ഛന് പറ്റിയത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇതേ തുടർന്ന് സാഗറിനെ കണ്ടതിനെ തുടർന്ന് ഈ ആക്സിഡന്റിന് പിന്നിൽ മറ്റാരുമല്ല ബലരാമന്റെ കൈകളാണോ എന്നുള്ള സംശയം തനിക്കുണ്ട് എന്ന് സാഗർ വ്യക്തമാക്കുന്നത് കൃഷിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.